ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ ഗായത്രി വിനോദ്. ഡ്യൂട്ടിയിലാണ്, ക്ലിനിക്കിലാണ്. ഇന്നൊരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇതിപ്പോൾ ഒരു തവണയല്ല, പല തവണയായി പല പേഷ്യൻസിനോടുമായിട്ട് പറഞ്ഞ ഒരു കാര്യം, അത് നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇടുന്നത്. അതായത്, ആയുർവേദ മരുന്നിനാണോ പഥ്യം അതോ ആ അസുഖത്തിനാണോ പഥ്യം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് ഒരു അസുഖമായിട്ട് വരുമ്പോൾ നമ്മൾ മെഡിസിൻസ് എഴുതുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന കാര്യമാണ്, ഡോക്ടറെ ഈ മെഡിസിന് പഥ്യം എടുക്കണോ? പഥ്യം നിർബന്ധമാണോ? എത്ര ദിവസം എടുക്കണം? ഒരാഴ്ച എടുത്താൽ മതിയോ? 2 ആഴ്ച എടുത്താൽ മതിയോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് അവർക്ക്. ആക്ച്വലി ആയുർവേദ മരുന്നുകളേക്കാൾ ഉപരി ആ അസുഖത്തിനാണ് ആയുർവേദം പഥ്യം പറയുന്നത്. ആയുർവേദം ഓരോ ഗ്രന്ഥത്തിലും ഓരോ അസുഖങ്ങളും അതെങ്ങനെ ഉണ്ടായി, അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഓരോ സ്റ്റേജായിട്ട് വരുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അതിന് ചികിത്സയും അതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസും കൂടെ പഥ്യാപഥ്യങ്ങളും കൂടി പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് പഥ്യം? പഥ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിതമായത്, ആ അസുഖത്തിലിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് പഥ്യം. എന്താണ് അപഥ്യം? ആ അസുഖത്തിലിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കഴിക്കുന്നതാണ് അപഥ്യം. സോ ഒരു അസുഖം അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ നിദാനം ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കഴിച്ചതുകൊണ്ട്, ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒക്കെ ആയിരിക്കും ആ അസുഖം വന്നത്. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ആ പഥ്യാപഥ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ചികിത്സ ചെയ്യുമ്പോൾ ഔഷധം മാത്രം ഡിപ്പെൻഡ് ചെയ്തത് ചെയ്താൽ അതൊരു ശുദ്ധമായ ചികിത്സയല്ല. നമ്മളൊരു അസുഖം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൂടി അവോയ്ഡ് ചെയ്തിട്ട് വേണം ആ അസുഖത്തെ ചികിത്സിക്കാൻ, അല്ലേ? സോ നമ്മൾ ആയുർവേദ മരുന്നുകൾ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ പഥ്യം പറയുന്നത് ആ രോഗാവസ്ഥയ്ക്കാണ്, അല്ലാതെ ആ ഒരു മെഡിസിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഥ്യം പറയുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് ആ അസുഖം മാറുന്നത് വരെ പഥ്യം ഫോളോ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിലീഫ് കിട്ടുള്ളൂ. ഒരു അസുഖം പൂർണ്ണമായി അതിൻ്റെ സോഴ്സോട് കൂടി മാറ്റുക എന്നുള്ളതാണല്ലോ. അതിനെ വേണ്ടി സപ്രസ് ചെയ്തിരിക്കുകയല്ലല്ലോ നമ്മൾ വീണ്ടും ചെയ്യേണ്ടത്. നമ്മളതിനെ പൂർണ്ണമായി മാറ്റണമെങ്കിൽ നമ്മൾ ആ ഔഷധം കഴിക്കുന്നതിനോടുകൂടെ തന്നെ പഥ്യാപഥ്യങ്ങളും കൂടി ഫോളോ ചെയ്യണം. ആയുർവേദത്തിലെ ചില ഡ്രഗ്സിന് പഥ്യമുണ്ട്. അത് കഴിക്കുമ്പോൾ നമ്മൾ നോൺ കഴിച്ചാൽ ചില റിയാക്ഷൻസ് വരും. സോ അത് നമ്മൾ കറക്റ്റായിട്ട് പേഷ്യൻസിനോട് പറയുകയും ചെയ്യും, ഇങ്ങനത്തെ ഈ മെഡിസിൻസ് പഥ്യമുള്ളതാണ്, ഈ മെഡിസിൻസിനാണ് പഥ്യം. ബാക്കി പറയുന്നതെല്ലാം തന്നെ ആ രോഗത്തിനാണ്. സോ അത് മനസ്സിലാക്കിയിട്ട് ആ രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഥ്യം പറയുന്നത് എന്ന് മനസ്സിലാക്കുക. രോഗത്തിനാണ് പഥ്യം, അല്ലാതെ ഔഷധത്തിനല്ല കൂടുതൽ പഥ്യം പറയുന്നത്.